കനത്ത മഴയിൽ പഴയങ്ങാടി ഏഴോം കുപ്പം റോഡ് വെള്ളത്തിലായി. കണ്ണൂർ പ്രദേശത്തെ പല വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെയുള്ള റോഡും വെള്ളത്തിൽ മുങ്ങി. ശക്തമായ മഴയിൽ പഴയങ്ങാടി കുപ്പം റോഡ് മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും റേഷൻ കടകൾ, അതുപോലെ തന്നെ അവിൽ മില്ല്, അങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്ന ആ വഴി റോഡ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. നിരവധി വാഹനങ്ങൾ പോകുന്നൊരു റോഡാണ്. റോഡ് ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത്. ഇരുവശങ്ങളിലും വയലാണ്. അപ്പോൾ ആ രീതിയിൽ മുഴുവനായും നമുക്കൊരു പുഴയ്ക്ക് സമാനമായ രീതിയിലാണ് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസം മുതലുള്ള മഴയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം. വർഷങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം തന്നെയാണ്. വാഹനങ്ങൾ പലതും, ഇരുചക്ര വാഹനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇരുചക്ര വാഹനങ്ങൾ പലതും ഓഫായി പോകുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഉന്തിയിട്ടാണ് വാഹനങ്ങൾ ഉന്തി തള്ളിയിട്ടാണ് അപ്പുറത്തേക്ക് എത്തുന്നത്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് നിലവിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. നിലവിൽ ഈ കടകളൊന്നും, റേഷൻ കട അതുപോലുള്ള നിരവധി കടകളും ഇവിടെ ഉണ്ട്, അതൊന്നും തന്നെ തുറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ഒരു ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും ഇതിന് വെള്ളത്തിന് കൃത്യമായി ഒഴുകി പോകാനുള്ള ശാശ്വത പരിഹാരം ഇവിടെ ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇവിടുത്തെ അവിൽമില്ല്, SK അവിൽമില്ല് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ SK അവിൽമില്ലിന്റെ ഉടമയായിട്ടുള്ള സജി, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ശരിക്കും എപ്പോഴാണ് ഈ വെള്ളം കയറിയത്? ഈ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം തന്നെയാണല്ലോ ഈ ഒരു വെള്ളം കയറൽ എന്ന് പറയുന്നത്. നിലവിലൊരു സാഹചര്യം എന്താണ്? ഇത് ഏകദേശം ഒരു 3-5 വർഷമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. കാരണം വെച്ചാല് ഇപ്പം ഡ്രൈനേജ് വെള്ളം അടിഞ്ഞിട്ടേ ഇല്ലത്. ഡ്രൈനേജ് ചെറിയ ഇതായി. പണ്ട് തന്നെ വലിയ ഡ്രൈനേജ് ആയിരുന്നു. വീടിന് മുതല് പിന്നെ ഈ ഡ്രൈനേജിന്റെ പ്രശ്നം വെച്ചാൽ വീടിന് കുറച്ചൊരു 400 മീറ്ററിൽ, പിന്നെ അതിന്റെ ബാക്കിലെ കൂടി കള്ളുഷാപ്പിന്റെ ബാക്കിലെ കൂടി പോയിട്ട് ലൈന് ബാക്കിലെ കൂടി അങ്ങനെ തിരിച്ചിട്ടാണ് ഇപ്പൊ കൈപ്പട്ടിലേക്ക് പോകുന്നത്. അത് ഈ വെള്ളം ഇപ്പം ഈ പിന്നെ ഒരു 54 ലക്ഷം റുപ്യ ചെലവിട്ടിട്ട് ഡ്രൈനേജ് ആക്കിയാണ്. ഇതിൽ പകുതി വരെ ആക്കിയിട്ട് ഇപ്പം വെള്ളം അങ്ങനെ എല്ലാം നെരുവമ്പുറം വെട്ടിപ്പഞ്ചാലിന് മുതൽ വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. മൊത്തത്തിലുള്ള ഈട സ്റ്റോക്ക് ചെയ്തു. വീടിന് അങ്ങോട്ട് പോകുന്നില്ല. കപ്പലാണ്, ചെറിയ കപ്പലാണ്. ഈ ഇത്രയും വെള്ളം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു ട്രെയിൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ വെള്ളം പോകുന്ന പ്രക്രിയയിലും ഇപ്പൊ കൈപ്പാടിൽ വെച്ചാൽ വെള്ളേ ഇല്ല. അതിനകത്ത് വരുന്ന സ്ഥലം ഇടാം. ഇപ്പൊ എനക്കൊന്നും ഇല്ല വെച്ചാൽ ഇടക്കിടക്കെ ഇത് കൂട്ടേണ്ടി വരുന്നു. പണിയെടുക്കാൻ പറ്റുന്നില്ല. മെഷീൻ ആണെങ്കിൽ കഴിച്ചു വെക്കുന്നു. പണിയെടുക്കാൻ പറ്റുന്നേ ഇല്ല. വീടുകളുണ്ടോ ഈ ഭാഗത്ത്? കുറെ വീട് അതിൽ കുറെ വീട് ഉണ്ട്. ഇത് റേഷൻ വീടിയുണ്ട്, ഒരു പിന്നെ മരത്തിന്റെ അടുത്തുണ്ട്, ഒരു ഇലക്ട്രിക്കൽ വീടുണ്ട്. എല്ലാം വെള്ളം കിട്ടിയില്ല. ഈ ഹെൽത്ത് സെന്ററിലേക്ക് പോകാൻ പറ്റുന്നത് അവർ ജോലിയായിട്ട് പോകാൻ കഴിയില്ല. അതും ഒരു പ്രശ്നം തന്നെയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? എന്താ ഉണ്ടാവുക? സ്റ്റേറ്റ് ആയിട്ട് ഒരു ഡ്രെയിനേജ് ആക്കുക. ഇപ്പുറത്തുനിന്നുള്ള വെള്ളം ഇപ്പം കാമിഞ്ചാൽ നില അങ്ങനെ വരുന്ന വെള്ളം ഇപ്പൊ ഈ വെള്ളം അങ്ങോട്ട് ഇപ്പം നമ്മൾ എപ്പം വെള്ളം താഴേക്കല്ല പോലും, ഇത് മേലേക്കാണ് കൊടുത്തത്. ഇങ്ങനെ മേലേക്ക് പോയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ട്രെയിൻ വെച്ച് കൊടുത്താൽ ഒരു 90% വെള്ളം കുറയുന്ന എൻ്റെ വിശ്വാസം. ആണെന്ന് വെച്ചാൽ കൈപ്പള്ളം നോക്കിയാൽ മതി, അത്ര വെള്ളമില്ല. അതിനെക്കാട്ടി അര മീറ്ററാണ് ഈ നമ്മൾ ഇടിയില്ല. നിങ്ങൾ വരും കണ്ടിട്ടില്ല, കോട്ടയിലാട്ടില്ല, അടന്നൊന്നുമില്ല. അതിൽ കൈപ്പാടല്ലേ. അപ്പൊ ഇത് എവിടത്തേക്കൊക്കെ പോകുന്ന റോഡാണ്? ശരിക്കും നിരവധി യാത്രക്കാർ വരുന്ന റോഡ്. പിന്നെ തലമുറയൊക്കെ വന്ന റോഡ്. ഇവിടെ ഈ പ്രതിഭാസമില്ല, വേറെ ഏടിയും കാണില്ല. ഇതിനൊരു പരിഹാരം വേണം. കാണുന്ന അവസ്ഥ തന്നെ മൊത്തം വെള്ളം ഒട്ടാകെ കുടുങ്ങിപ്പോയി. ഒന്ന് വണ്ടി അയക്കാൻ പോയതാ. നമുക്കറിയാം ഇങ്ങനെ ആവും. എന്താ ചെയ്യണ്ട, വണ്ടി ഓഫോൺ ചെയ്ത് ചങ്ങല ഒന്ന് ലൂസായി പോയി പകുതിക്കെത്തുമ്പോഴേക്ക്. ഇത് ഈ ഇവിടെ ഏതെങ്കിലും മെമ്പറിന്റെ ഒക്കെ ഒന്ന് ശരിയാവട്ടെ. ആരും നോക്കുന്നില്ല, നമ്മളാരും കൂടി എല്ലാരും. അപ്പോ ഈ വെള്ളം ഒഴുകി പോകാനുള്ള ശാശ്വത പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അടുത്ത വർഷകാലത്തെങ്കിലും ഈ ദുരിതത്തിന് ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.